ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു ഫിഷ് നഗറ്റ്സ് തയ്യാറാക്കി എടുക്കാം. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു സവാള, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് 4 കഷ്ണം വലിയ ബ്രെഡാണ്. അതുകൂടി ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. പിന്നീട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് സോയാബീൻ സോസാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിൽ നിന്നും ചെറിയ ഓരോ ബോളുകളാക്കിയെടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ ഏകദേശം എല്ലാം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് ഉടച്ചൊഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായി ഗോതമ്പ് പൊടിയും ബ്രെഡ് ക്രംസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണങ്ങളായിട്ടെടുത്ത് ആദ്യം ഗോതമ്പ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. പിന്നീട് മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവൻ പീസുകളും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഇത് വറുത്തു കോരാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അകമെല്ലാം വേഗത്തക്ക രീതിയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇവയെല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് അകമെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ തന്നെ മുഴുവനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുറമെല്ലാം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഫിഷ് നഗറ്റ്സ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടിയൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടിയൊന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.